ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ബോഡി വൈറ്റനിങ് സ്ക്രബ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു സ്ക്രബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരു 4 പ്രാവശ്യം മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെക്കൊണ്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പും ഒക്കെ മാറി നമ്മുടെ മുഖവും ശരീരവും മുഴുവനും നല്ല നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു സ്ക്രബാണിത്. വെറും 2 സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഒറ്റ യൂസ് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ കയ്യിലോ അല്ലെ മുഖത്തോ മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഉറപ്പായിട്ട് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു സ്ക്രബ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പച്ചരിയാണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ പച്ചരി പുതിർത്തിയെടുക്കുക. ഒരു 4 മണിക്കൂർ പുതിർത്തിയെടുത്താൽ മതി. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ, അതായത് നല്ലൊരു പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക. പക്ഷേ എങ്ങനെ നമ്മൾ അടിച്ചെടുത്താൽ ഇതിന് ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും. അതുതന്നെയാണ് നമ്മൾ സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും വെള്ളമില്ലാണ്ട് വേണം കേട്ടോ അടിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഞാനിത് പുതിർത്തിയെടുക്കണമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് പച്ചരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ പച്ചരീൻ്റെ ആ ഒരു പശപശപ്പ് ഉണ്ടല്ലോ, അതുണ്ടാവും കേട്ടോ. നിങ്ങൾ പുതിർത്തിട്ട് കഴുകി എടുത്തിട്ട് വേണം കേട്ടോ വെള്ളമില്ലാണ്ട് ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂണിന് 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടി, 1.5 ടേബിൾ സ്പൂണോ കടലപ്പൊടി നിങ്ങൾക്ക് എടുക്കുക. അപ്പോൾ ഈ പച്ചരീൻ്റെ അരിച്ച ഈ ഒരു മാവും അതേപോലെ തന്നെ 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും ഇതിലേക്ക് ഇട്ടതിന് ശേഷം പാൽ ഒഴിച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാലിപ്പോൾ ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂണോളം പാലെടുക്കുന്നുണ്ട്. പക്ഷെ പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തും ശരീരത്തും ഇത് തേച്ചാൽ അത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് പാലൊഴിക്കാം. അപ്പോൾ പാലിന് ഇത്ര തന്നെ അളവ് വേണമെന്നില്ല. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണ് പച്ചരി ആണെങ്കിൽ അതിന് 1.5 ടേബിൾ സ്പൂണോ കടലപ്പൊടി നിങ്ങൾ എടുക്കണം. ഇതിന് ശേഷം ഇത് രണ്ടും നന്നായി ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് ഭയങ്കര കട്ടിക്കും നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഭയങ്കര ലൂസായി പോകാനും പാടില്ല. ഒരു പെയിൻറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒട്ടും കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല നേരത്തെ പറഞ്ഞില്ല ആ ഒരു പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി പോലെ ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഫേസിലാണെങ്കിൽ ഒന്ന് ഫേസെല്ലാം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് 2 മിനിറ്റ് സർക്കുലർ മോഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിത് ശരീരം മുഴുവനും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് എന്തായാലും ഇത് അപ്ലൈ ചെയ്യണം. കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ശരീരത്തിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് സോപ്പ് ഉപയോഗിക്കാണ്ട് വേണം ഇത് കഴുകാൻ വേണ്ടിയിട്ട്. ഇത് കഴുകി കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായി തേച്ചെടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളം കൊണ്ട് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുക്കുന്ന നേരം നമ്മൾ ഇത് മെല്ലെ ഇതുപോലെ ഒന്ന് വെള്ളം അതിൻ്റെ മേലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 മിനിറ്റ് നിങ്ങൾ ഇതേപോലെ മസാജ് ചെയ്തിട്ട് തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു എന്താ പറയുക ഡിഫറൻസ് മനസ്സിലാവുക. അപ്പോൾ ഇത് നല്ലൊരു സ്ക്രബാണ് കേട്ടോ. ഈ 2 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിത് ആദ്യം നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ മുഖത്തോ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 1 മാസം ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാനിപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക് എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ഒരു കയ്യിൽ മാത്രമാണ് അപ്ലൈ ചെയ്തത്, മറ്റേ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ അത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നറിയില്ല. ശരിക്കും നല്ലൊരു വൈറ്റ് കളർ തന്നെ, നല്ലൊരു കളറ് തന്നെ കയ്യിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൈ നല്ല കുറച്ച് സോഫ്റ്റ് ആവും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ തുടച്ച് കാണിച്ചു തരാം. ഇനി 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിന് ഇത് സൂട്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ നോർമൽ സ്കിന്നാണ്. അപ്പോൾ എനിക്കിത് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സ്ക്രബ് ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2-3 ടൈമൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം സ്ക്രബ് നമ്മൾ കൂടുതലായിട്ട് ചെയ്താൽ നമ്മുടെ ഡെഡ് സെൽസിന് പുറമെ നമുക്ക് ആവശ്യമുള്ളതും കൂടി പോയി പോകും. അപ്പോൾ മാക്സിമം 2 പ്രാവശ്യം അല്ലാണ്ട് അതിൽ കൂടുതൽ സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻ്റെ 2 കൈ തമ്മിൽ നിങ്ങൾക്ക് എത്രത്തോളം ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന്. പക്ഷേ ശരിക്കും ഇത് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചരി ആയാലും കടലപ്പൊടി ആയാലും എല്ലാവരും വീട്ടിലുള്ള സാധനം തന്നെയാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിൽ വന്നത് അത് അറിയിക്കേണ്ടതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.